ഹലോ, നമസ്കാരം. സ്മിത മാമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. സ്മിത രാജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഡാൻസേഴ്സിനും നൃത്തത്തോട് താല്പര്യമുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. സാറ്റർഡേ മാമിൻ്റെ നീസ് ഐശ്വര്യയാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു വല്യമ്മയുടെ ബർത്ത്ഡേ ആണ് മൺഡേ, അപ്പോൾ നമുക്കൊരു കേക്ക് വേണം. വല്യമ്മ സാധാരണ ഏത് ഫ്ലേവറാണ് പ്രിഫർ ചെയ്യാറ് എന്ന് ഐശ്വര്യ ചോദിച്ചു. കുറച്ച് കാലമായിട്ട് മാം US നിന്ന് വരുമ്പോഴൊക്കെ എന്തെങ്കിലും കേക്കോ ഡെസേർട്ട് എന്തെങ്കിലും എൻ്റെ അടുത്ത് വേണമെന്ന് പറയാറുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നാണ് പറയുക. ദീപ പുതിയ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് ആവശ്യപ്പെടാറുള്ളത്. കൂടുതലും ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതുവരെ കൊടുക്കാത്ത എന്താണ് ഇപ്പം ഞാൻ കൊടുക്കുക എന്ന്. മാം എപ്പോഴും ചോദിക്കാറുള്ളത് പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്നാണ്. അതിപ്പോൾ പുതിയ എന്തെങ്കിലും ഫ്ലേവർ കോമ്പിനേഷൻ ആവാം, പുതിയൊരു ടൈപ്പ് കേക്ക് ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. സാറ്റർഡേ വൈകുന്നേരമാണ് വിളിക്കണത്, മൺഡേ കൊടുക്കണം. അപ്പോൾ അധികം സമയവും ഇല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താണെന്നറിയില്ല ദുബായ് ചോക്ലേറ്റ് ഓർമ്മ വന്നു. ഇതുവരെയൊക്കെ ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള കേക്ക്സും ഡെസേർട്ടുമാണ് മാം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ചോക്ലേറ്റ് ഓക്കെ ആവുമോ എന്ന് എനിക്ക് ഇത്തിരി ഡൗട്ട്ഫുള്ളായിരുന്നു. പിന്നെ എപ്പോഴും പുതിയ എക്സ്പെരിമെൻറ്റ്സിനെ വെൽക്കം ചെയ്യുന്ന ആളാണ്. അതാണ് ശരിക്കും എനിക്കുണ്ടായ ധൈര്യം. അപ്പോൾ എനിക്ക് എന്തോ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ശരി നമുക്ക് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻഫാക്റ്റ് നമ്മൾ ദുബായ് ചോക്ലേറ്റിൻ്റെ ലെയേഴ്സ് വെച്ചിട്ടുള്ള കേക്ക്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്. കുനാഫ, പിസ്താഷ്യോ ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ലെയേഴ്സായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ദുബായ് ചോക്ലേറ്റ് റെഡിയാക്കുകയാണ്. ഇപ്പോൾ ഒരു ചോക്ലേറ്റിന് റിക്വയർമെൻ്റ് ആണെങ്കിൽ നമുക്കിപ്പം ചോക്ലേറ്റ് റെഡിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഈ കേക്കിനകത്ത് പ്ലേസ് ചെയ്യണം. അവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആകെ ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഭാഗ്യത്തിനെല്ലാം നല്ല രീതിയിൽ ചോക്ലേറ്റൊക്കെ സെറ്റായി കിട്ടി. പക്ഷേ ഇത് പ്ലേസ് ചെയ്ത ശേഷം ആണെങ്കിലും ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം കേക്ക് വല്ലാണ്ട് ഹാർഡാണെങ്കിൽ ഉള്ളിലത്തെ ചോക്ലേറ്റ് നല്ല ഹാർഡായിരിക്കും. അപ്പോൾ കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഐശ്വര്യയോട് ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നോ പ്രോബ്ലം ഒക്കെ ഐശ്വര്യ ഏറ്റു. അപ്പം ഞാൻ പറയുകയും ചെയ്തു ഒരു സ്റ്റീലിൻ്റെ ഷാർപ്പ് നൈഫ് കരുതണം കേക്ക് കട്ടിങ്ങിന്, അതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു 45 മിനിറ്റ്സോളം ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലൊക്കെ വെച്ചിട്ടാണ് കേക്ക് കട്ടിങ് നടന്നത്. അങ്ങനെ ഫൈനലി ആദ്യം സ്മിത മാമിൻ്റെ മെസ്സേജാണ് വന്നത്. ഫീഡ്ബാക്ക് കേട്ടപ്പോൾ തന്നെ ശരിക്കും മാമിൻ്റെ അടുത്ത് എപ്പോഴും ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ വലിയൊരു അവാർഡ് കിട്ടണ മാതിരത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഉണ്ടാവാറുള്ളത്. ഭയങ്കര സന്തോഷമാണ്. ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള നല്ല പേര് കളയരുതേ എന്നുള്ള ഒറ്റ കാര്യം മനസ്സിലുണ്ടാവാറുള്ളൂ. പിന്നെ ഫൈനലി ഡീറ്റെയിൽഡ് ആയിട്ട് ഐശ്വര്യയുടെ മെസ്സേജും വന്നു. താങ്ക്സ് മുഴുവൻ ഐശ്വര്യയോടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്. അങ്ങനെ ഇതാണ് നമ്മുടെ ദുബായ് സർപ്രൈസ്. ഇപ്പോൾ തോന്നിയൊരു പേരാണ് കേട്ടോ ഇത്.